ധനവകുപ്പിൽ നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം പണം കിട്ടാതായതോടെ കൃഷിവകുപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലായി. 584.91 കോടി രൂപയാണ് കൃഷിവകുപ്പിന് ലഭിക്കാനുള്ളത്. കർഷകർക്കുള്ള സൗജന്യ വൈദ്യുതി, പെൻഷൻ പദ്ധതി, നെൽകൃഷി വികസനം തുടങ്ങിയ ഇനങ്ങളിൽ നീക്കിവച്ചിരിക്കുന്ന പണമാണ് കിട്ടാനുള്ളത്. കർഷകർക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന ഇനത്തിൽ മാത്രം 189 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഒരു വർഷം 500-550 കോടി രൂപയാണ് കൃഷിവകുപ്പിനായി സർക്കാർ നീക്കിവെക്കുന്നത്. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളായി കൃത്യമായി പണം ലഭിക്കുന്നില്ല. 2023-24 സാമ്പത്തിക വർഷം മാത്രം 584.91 കോടി രൂപ കിട്ടാനുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ നീക്കിയിരിപ്പ് 1500 കോടി രൂപ എന്ന് കണക്കാക്കിയാൽ അതിന്റെ 1/3 തുക കുടിശ്ശികയാണെന്ന് സാരം. കുടിശ്ശികയായി കിടക്കുന്നത് ഏതൊക്കെ പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള പണമാണെന്ന് നോക്കാം. കർഷകർക്ക് സൗജന്യ വൈദ്യുതി നൽകുന്ന പദ്ധതിയിലാണ് ഏറ്റവും കൂടുതൽ തുക കുടിശ്ശികയുള്ളത്, 189.32 കോടി രൂപ. കർഷക പെൻഷൻ പദ്ധതിയാണ് കുടിശ്ശികയിൽ രണ്ടാമത്. ഈ ഇനത്തിൽ മാത്രം 163.50 കോടി രൂപ കൃഷിവകുപ്പിന് ലഭിക്കാനുണ്ട്. നെല്ലുൽപാദന ബോണസിൽ 53.59 കോടി രൂപയും അരി ഉൽപാദന വികസനത്തിൽ 32.01 കോടി രൂപയും സംസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ 26.36 കോടി രൂപയും വിപണി ഇടപെടലിന് 23.64 കോടി രൂപയും പച്ചക്കറി വികസനത്തിൽ 21.48 കോടി രൂപയും തെങ്ങ് കൃഷിയിൽ 17.66 കോടി രൂപയും കുടിശ്ശികയാണ്. പട്ടിക ഇനിയുമുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആകെ 584.91 കോടി രൂപ കുടിശ്ശിക വരുന്നത്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 മാസം പിന്നിടുമ്പോഴും കഴിഞ്ഞ വർഷത്തെ തുക കിട്ടാത്തത് കൃഷിവകുപ്പിനെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനോ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് സഹായം എത്തിക്കാനോ കഴിയാത്ത സ്ഥിതിയിലാണ് കൃഷിവകുപ്പ്. ഇങ്ങനെ പോയാൽ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് എത്തുമെന്നാണ് വകുപ്പിന്റെ ആശങ്ക. വകുപ്പിന്റെ പ്രവർത്തനം മെച്ചപ്പെടണമെന്ന വിമർശനം എല്ലാ കോണുകളിൽ നിന്നും ഉയരുമ്പോഴും പണമില്ലാത്തതാണ് പ്രതിസന്ധി എന്ന് തുറന്നു പറയാൻ കഴിയാത്ത പരിമിതിയും വകുപ്പിനുണ്ട്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം തേടി രാഷ്ട്രീയ ഇടപെടലിനും കൃഷിവകുപ്പ് ശ്രമിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, ആലപ്പുഴ.